ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒറിഗാമി കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ മോൾഡൊന്നും യൂസ് ചെയ്യാതെയാണ് ചെയ്തിട്ടുള്ളത്. വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് കേക്കാണ് റെഡിയാക്കുന്നത്. 1/2 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഒരു നുള്ളു ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അരിച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ എല്ലായിടത്തേക്കും ഈ ബേക്കിംഗ് പൗഡറും ഒക്കെ ഒന്ന് മിക്സായി കിട്ടും. അപ്പോൾ അരിച്ചെടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കായിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. എസൻസോ അല്ലെങ്കിൽ വാനില പൗഡറോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. എന്നിട്ട് ഹൈ സ്പീഡിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര പൊടിക്കാതെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പൊടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഓയിൽ ചേർത്തിട്ട് ഒന്ന് ലോ സ്പീഡിൽ മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഞാനിത് ബീറ്ററിൻ്റെ ബ്ലേഡ് വെച്ച് തന്നെയാണ് ഒന്ന് മിക്സാക്കി എടുക്കുന്നത്. ബീറ്റ് ചെയ്തെടുക്കുന്നില്ല, ഓൺ ആക്കാതെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ പാൽ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് പാലൊന്നും ചേർത്തിട്ടില്ല. എനിക്ക് കറക്റ്റായിട്ട് ആ മുട്ട നല്ല വലിപ്പമുള്ള മുട്ട ആയതുകൊണ്ട് കറക്റ്റാണ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുക്കുന്നത്. ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതിന് 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കാം. ഒരു 30 മിനിറ്റാണ് ബേക്ക് ചെയ്യുന്നത്. ഇതിലേക്കുള്ള ഒരു ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ വെള്ളം തിളപ്പിക്കുന്നതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുന്നത് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടാണ്, അല്ലാതെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കാം. 1 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഒന്ന് ചൂടായി ആ ബൗളൊന്ന് ചൂടായിട്ട് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ചോക്ലേറ്റ് എല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റായിട്ടുണ്ട്. ഇതിനെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഫ്രീസറിലേക്ക് വയ്ക്കാം. 1 മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഈ ചോക്ലേറ്റ് ഗനാഷിന് പകരമായിട്ട് നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് സാധാരണ നമ്മൾ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഈ ഒരു അളവിലേക്ക് നന്നായിട്ടൊന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുത്താൽ മതി. കവർ ചെയ്തിട്ട് ഫ്രീസറിലേക്ക് വയ്ക്കാം. ഇനി ഇതിലേക്കായിട്ട് ഫില്ലിങ്ങിൽ ഞാൻ കാരമൽ ചെയ്തിട്ട് കാഷ്യൂ നട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തിട്ട് കുറച്ച് കാഷ്യൂ നട്ടും 1/2 ടീസ്പൂൺ ബട്ടറോട് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. കേക്ക് ബേക്ക് ചെയ്തിട്ട് അതൊന്ന് 3ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിന് പകരമായിട്ട് ഷുഗർ സിറപ്പും യൂസ് ചെയ്യാം. നട്ട്സൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലെ ഫില്ലിങ്ങിനായിട്ട് കാരമൽ ചോക്ലേറ്റ് ഗനാഷാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീമാണ്. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. പുറമെ ഡാർക്ക് ചോക്ലേറ്റും ഉള്ളിലായിട്ട് കാരമൽ ഗനാഷുമാണ് ഫില്ല് ചെയ്യുന്നത്. ചോക്ലേറ്റ് ഗനാഷ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തെടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടെ നല്ല ക്രീമി ആയിട്ട് കിട്ടണമെങ്കിൽ ഇതൊന്ന് ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കുറച്ച് ലൈറ്റ് കളറിൽ നല്ല ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് ഇങ്ങനെ തന്നെയാണ് ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കേക്ക് ബോർഡിൽ ഫസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് സിറപ്പ് കൊണ്ട് ഒന്ന് നന്നായിട്ട് നനച്ച് കൊടുക്കാം.
അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് കേക്ക് ബോർഡിൻ്റെ അടിയിൽ കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഫസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തെന്നിക്കൊണ്ടേയിരിക്കും. ഇനി ഇതിൻ്റെ മുകളിൽ കാരമൽ ചോക്ലേറ്റ് ഗനാഷിൻ്റെ ആ ഒരു ക്രീമാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് അന്ന് ഞാൻ ചെയ്തതിൻ്റെ ബാക്കിയുള്ള ക്രീം ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. നന്നായിട്ട് നല്ല ക്രീമി ആയിട്ട് നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഒന്ന് പുറത്തെടുത്ത് വെച്ച് ആ തണുപ്പൊന്ന് പോയി കഴിയുമ്പോൾ ഉപയോഗിച്ചാൽ മതി. നട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത ലെയറിലും ഇതേപോലെ തന്നെ ചെയ്തിട്ട് ഫൈനൽ കേക്ക് പീസ് വെച്ച് കൊടുക്കാം. ഇനി ഇത് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് കൊണ്ടാണ് ക്രം കോട്ട് ചെയ്യുന്നത്. ക്രം കോട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫൈനൽ കോട്ട് കൊടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം വെച്ചാണെങ്കിൽ ഇതേപോലെ തന്നെ ആദ്യം ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് ഫൈനൽ കോട്ട് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് വേണം ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്ത് ഒറിഗാമി കേക്കിൻ്റെ ആ ഒരു ഇത് ചെയ്തെടുക്കാനായിട്ട്. കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ട് പുറമേ കുറച്ചും കൂടെ ഗനാഷൊക്കെ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്മൂത്താക്കി എടുക്കാം. സൈഡിലേക്കെല്ലാം നന്നായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഈ സ്പാച്ചില വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇനി ഫ്രീസറിലേക്ക് ഒരു 30 മിനിറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ആ ഒരു അളവൊന്ന് ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്തെടുക്കണം. എന്നിട്ട് വേണം ഇത് പേപ്പറിൽ നമുക്ക് ആ ഒറിഗാമിയുടെ ആ ഒരു ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് A4 സൈസിലും അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റിലും കാണിക്കുന്നുണ്ട്. A4 സൈസ് ആ കറക്റ്റ് ഹൈറ്റിലും അതുപോലെ 1 സെൻറ്റിമീറ്റർ വീതം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിലെല്ലാം ഒന്ന് ലൈൻ ഇട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഓരോ ലൈനിലൂടെയും ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കണം. ആദ്യം ഒരു സൈഡിലേക്കും പിന്നെ അത് മറ്റേ സൈഡിലേക്കുമായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം. നല്ല കട്ടിയുള്ള A4 സൈസ് പേപ്പർ എടുക്കണം. എന്നിട്ട് വേണം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതിന് പകരമായിട്ട് നമുക്ക് മോൾഡ് വാങ്ങാൻ കിട്ടും. മോൾഡ് ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ മോൾഡ് ഇല്ലാത്തവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണിത്. ഇത് തന്നെ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റിലും ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ കുറച്ച് കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ നമ്മൾ എൻവലപ്പിനായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല കട്ടിയുള്ളതാണ്. ഇതുപോലെ മടക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇതേപോലെ മറിച്ചും തിരിച്ചും ഒന്ന് മടക്കി കൊടുത്താൽ മതി. 1 സെൻറ്റിമീറ്റർ ഒരു ലെങ്ത് വെച്ചിട്ട് മടക്കി കൊടുക്കുക. ഇതിലേക്കായിട്ട് 200 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തേക്കും ഗ്യാപ്പൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അതേപോലുള്ള ഒരു 3 പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ കേക്കിൻ്റെ അളവനുസരിച്ചിട്ട് അതിൻ്റെ ഒരു അനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇതിൻ്റെ ഷീറ്റോ അല്ലെങ്കിൽ A4 സൈസ് ആണെങ്കിൽ അതോ. എല്ലായിടത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഇതേപോലെ വെക്കണം. ഒന്ന് സെറ്റായി കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് സെറ്റായാൽ മതി. അത് കഴിഞ്ഞിട്ടാണ് കേക്കിലേക്ക് വെച്ച് കൊടുക്കുന്നത്. സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ ആ ഒരു സൈഡൊക്കെ ഒരു ഷേപ്പില്ലാതെ ഇരിക്കും. അപ്പോൾ ഇത് ചോക്ലേറ്റ് ഗനാഷിലും ഇതുപോലെ ഒറിഗാമി കേക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ആദ്യമൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ചോക്ലേറ്റ് ഗനാഷിൽ റെഡിയായിട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് ചോക്ലേറ്റ് വെച്ചിട്ട് ചെയ്ത് നോക്കിയത്. അപ്പോൾ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കേക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് സെറ്റായി കഴിയുമ്പോൾ വെച്ച് കൊടുക്കുക. ഒരുപാടങ്ങ് സെറ്റാവണ്ട. കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത കുറച്ചൊന്ന് ഒഴുകി പോകാത്ത ആ സമയമാകുമ്പോൾ ഈ ഒരു കേക്കിൻ്റെ ചുറ്റിലേക്കും ഒന്ന് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ഫില്ലാവാനുള്ളിടത്തൊക്കെ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് സെറ്റായി വന്നോളും. അത് കഴിഞ്ഞിട്ട് ഇത് ഒന്ന് പതിയെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് അങ്ങ് റിമൂവ് ചെയ്യാം.
നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഈ ഒരു ഒറിഗാമി കേക്ക് റെഡിയാക്കി കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ചോക്ലേറ്റ് വെച്ച് ചെയ്ത് നോക്കിയിട്ടുള്ളത്. ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ചെയ്തിട്ട് ശരിയായിട്ടില്ലായിരുന്നു. എൻ്റെ സൈഡൊക്കെ ഒന്ന് അധികത്തിലുള്ളതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്കായിട്ട് ഒരു റോസാപ്പൂവാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് ഒന്ന് ഓയിലിൽ മിക്സ് ചെയ്തിട്ടാണ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങിങ്ങായിട്ട് ഒരു നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഒറിഗാമി കേക്കിൻ്റെ ആ ഒരു എൻഡിലൊക്കെ ആയിട്ട് ഒന്ന് ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്